Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് ഇൻ്റഗ്രൽ കാൽക്കുലസിലെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലസിൻ്റെ ഫണ്ടമെൻ്റൽ ഇൻ്റഗ്രൽസ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫണ്ടമെൻ്റൽ ഇൻ്റഗ്രൽസ്, ദെൻ സെക്കൻഡ് ഇത് നമ്മൾ കുറേ ഫണ്ടമെൻ്റൽ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ദെൻ മെത്തേഡ്സ്, ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. സോ ദാറ്റ് മീൻസ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ആ ഒരു ഫംഗ്ഷനെ നമുക്കറിയാവുന്ന ഫണ്ടമെന്റൽ ഇന്റഗ്രൽസിന്റെ ഫോമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഫണ്ടമെന്റൽ ഇന്റഗ്രൽ ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രാൻഡില് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് വേറൊരു ഫംഗ്ഷൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. Then integration by parts. Okay. So ഇവിടെയാണ് രണ്ട് ഫംഗ്ഷനിലെ പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ u into v uv ഇന്റഗ്രൽ uv dx എന്ന് വരുന്ന കേസ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതെടുക്കണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതിനകത്ത് യുവും വിയും ഏതെടുക്കണം എന്നുള്ളത് നമ്മൾ എന്താണ് ഹൈലൈറ്റ് റൂൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ് റൂളിൽ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻവേഴ്സ് ഫംഗ്ഷൻ, inverse functions, then L for logarithmic functions, A for algebraic function, T for trigonometric functions, E for exponential function. Exponential function. So നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇല്ല. സോ ഈ ഓർഡറിലാണ് നമ്മൾ എടുക്കുന്നത്. ഓൾജിബ്രൈക്കും എക്സ്പോണൻഷ്യലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും, ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ ആയിരിക്കും എന്തായിരിക്കുന്നത്, യു ആയിട്ട് എടുക്കുന്നത്. ദെൻ രണ്ടും ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ ഏതാണോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡിഫറൻഷിയേഷൻ കിട്ടുന്നത് അത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യു ആയിട്ട് എടുക്കുക. ദെൻ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ എൻ്റെ ഫോമാറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ ഒരു ഫംഗ്ഷൻ വരുന്നത് ന്യൂമറേറ്ററേക്കാൾ കൂടുതലാണ് ഡിനോമിനേറ്ററിന്റെ പവർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് ആൻസർ സോൾവ് ചെയ്യും. ദെൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ്, സോ അത്രയും ഇന്റഗ്രൽസ് നമ്മൾ ഓർത്ത് വെക്കുക. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അറിയാം, ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, 1/√ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ dx. സോ അങ്ങനെ കിട്ടിയാൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് അറിയാമെങ്കിൽ എന്താണ് 4 ചോയ്സിൽ നിന്ന് ഡയറക്റ്റ് നേരെ ആൻസറിലേക്ക് വരാം. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തെന്തായിരുന്നു, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. സോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ശരിക്കും ബേസിക് കോൺസെപ്റ്റ്സ് മാത്രമാണ് ഉള്ളത്. അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യുന്നത് അത് എക്സാമിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം, സോ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് നോർമലി നമുക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ടഫ് ക്വസ്റ്റ്യൻസ് അല്ല. സോ ഇന്റഗ്രേഷൻ ടഫ് ആണെന്നുള്ള രീതിയിലേക്ക് എടുക്കരുത്. സോ നമുക്ക് ഈ പറഞ്ഞ 4 മെത്തേഡ്സ് അതിലെ പ്ലസ് ഫണ്ടമെന്റൽ ഇന്റഗ്രൽസ് പ്ലസ് സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അറിയാമെന്നുണ്ടെങ്കിൽ ഏത് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ. സോ ഇതെന്താണ്, ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ 0 to 1 e raised to x plus e raised to minus x dx. Okay. So integral 0 to 1 e raised to x plus e raised to minus x dx. Okay. So നമുക്ക് ഇനി എങ്ങനെ ഇതിനകത്ത് ഏതാണ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ ചുമ്മാ ഒന്ന് സോ e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്, e raised to x തന്നെ e raised to minus x ന്റെ e raised to minus x divided by minus 1. So ഇതിനകത്ത് എന്ത് ചെയ്യാം,
അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? e raised to 1 plus e raised to minus 1 divided by minus 1, then minus of e raised to 0 plus e raised to 0 minus 1. So e raised to 1 minus e raised to minus 1 minus of e raised to 0 is 1, then 1 minus 1. The 0 ആയിട്ട് പോകും. So implies answer e raised to 1 minus e raised to minus 1. Okay. So e raised to 1 minus, so choice ചെയ്തെടുക്കാം. e എന്ന് പറയുന്നത് e raised to 1 ആണ്. e minus e raised to minus 1. e minus e raised to minus 1, first one answer. Then next one. So the x square 8x square divided by x cube plus 2 the whole cube, integral 8x square divided by x cube plus 2 the whole cube dx. Okay. So ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x cube plus 2 ന്റെ ഡിഫറൻസിയേഷൻ എടുക്കുകയാണെങ്കിൽ എന്തും 3x square dx എന്ന് കിട്ടും. സോ അതെടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പുട്ട് നോക്കാം. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് വരാം. പുട്ട് t is equal to x cube plus 2. Differentiate both sides with respect to x. dt divided by dx is equal to 3x square. Okay. So x square dx is equal to 1 by 3 dt. Okay. So ഇവിടെ നമ്മൾ 8 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? x square dx ഉണ്ട്. x square dx. So ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? That implies 8 പുറത്തെടുത്തു x square dx divided by x cube plus 2 the whole. So ഇനി നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ 8 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. then integral x square dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? integral 1 by 3 dt. Okay. then x cube plus 2 ന് നമുക്ക് ഓൾറെഡി എന്താണ് t എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? x cube plus 2 t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും t cube. then again constant ഉള്ളത് 1 by 3 ഉണ്ട്. so 8 by 3 integral 1 by t cube dt. Okay. so 1 by t cube നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by t cube can be written as exponents അല്ലെങ്കിൽ ഇൻഡിസസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ 8 by 3 integral t raised to minus 3 dt. Okay. so ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് വരാം. 8 by 3, സോ ഇത് വരുന്ന t raised to minus 3 plus 1 divided by minus 3 plus 1. Okay. That implies 8 by 3, the t raised to minus 2 divided by minus 2. So the answer minus 4 by 3 t raised to minus 2. T raised to minus 2. This can be written as minus 4 divided by 3. t ക്ക് പകരം എന്ത് കൊടുക്കാം? t നമ്മൾ എത്രയാണ് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? x cube plus 2 the whole raised to x cube plus 2 the whole raised to minus 2, then plus c. minus 4 by 3 x cube plus 2 the whole raised to minus 2 minus 4 by 3 x cube plus 2 the whole raised to minus 2 plus c. Answer B. Integral 0 to 2 root x divided by root x plus root 2 minus x dx. Another question. We definite integrals. Integral 0 to a f of x dx can be written as integral 0 to a f of a minus x dx. a minus x dx. Okay. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? a is equal to integral 0 to 2. സോ f of x ന് പകരം a minus x എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് f of x ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് a minus ഇത് f of x വെച്ചിട്ട് f of x ആണിത്. then f of a minus x ആണ്. എവിടെയൊക്കെ x ഉണ്ടോ അവിടേക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? a minus x. ഇവിടെ a എന്താണ്? 2 root of 2 minus x divided by root of 2 minus root of
2 minus x plus root of 2 minus of 2 minus x dx. So f of x is equal to integral 0 to f of x dx can be written as integral 0 to f of a minus x dx. So this property use ചെയ്താൽ നമ്മൾ അതിനെ ആ ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്തു. Then integral 0 to 2 root 2 minus x divided by root 2 minus x plus root x dx. Root x dx. Then 2a is equal to 2a is equal to a plus a. Format and solve 2a is equal to a plus a. So a already 0 to 2 root 2 minus x divided by root 2 minus x plus root x dx plus integral 0 to 2 root 2 minus x divided by root of 2 minus x plus root x dx. So the first function so this is equal to root x divided by question equal. So this can be written as integral 0 to 2 root x divided by root x plus 2 minus x root of 2 minus x plus integral 0 to 2 root x plus root of 2 minus x dx. Okay. So denominator same numerator add cheyam. Integral 0 to 2 root x plus 2 minus x divided by root x plus root of 2 minus x dx. Okay. So that means numerator and denominator get cancelled. Okay, answer 1. So that means 2a is equal to integral 0 to 2 1 dx. So that implies 2a is equal to 1 into integration and x varum x 0 into 2. So x into 2 minus 0 2 varum 2a is equal to 2. So therefore a is equal to 2 by 2 is equal to 1. Is equal to 1. 1. Then next question, integral, that means integral e raised to 3x plus e raised to minus 3x the whole divided by e raised to x dx. Okay. So now transformation method. Integral e raised to 3x divided by e raised to x plus e raised to minus 3x divided by e raised to x dx. So integral e raised to 3x divided by e raised to x dx plus integral e raised to minus 3x divided by e raised to x dx. So this can be written as, so e raised to 3x divided by e raised to x and e raised to integral e raised to 2x dx plus integral e raised to minus 4x dx. Okay. So in the integration of fundamental integrals e raised to 2x in e raised to 2x divided by 2x in derivative plus e raised to minus 4x divided by minus 4x derivative plus c. Okay. So final answer like e raised to 2x divided by 2 minus e raised to minus 4x divided by 4 plus c. So e raised to 2x divided by 2 minus, so plus 1 none of this minus answer e raised to 2x divided by 2. So the plus the minus item and the choice plus so the answer. Then integral x square e raised to 3x dx. So ഇവിടെ എന്താണ് രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. So നമുക്ക് ഇവിടെ എന്ത് എടുക്കണം, integration by parts. Integration by parts. u ഏതാണ് v ഏതാണ് ഇവിടെ. So x square ഇത് എക്സ്പോണന്റ് ലാസ്റ്റ് ലെവലിൽ ഹൈലൈറ്റ് റോൾ വെച്ചിട്ട് a കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് e വരുന്നത്. So നമുക്ക് എന്താണ് എടുക്കാം, integral x square e raised to 3x dx. ഇവിടെ
u എന്തായിട്ട് എടുക്കാം x സ്ക്വയർ ആയിട്ട് എടുക്കാം v e raised to 3x. So എന്ത് വരും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of second minus integral of derivative of first into integral of second. ശ്രദ്ധിച്ച് ചെയ്യണം, കോൺസെൻട്രേഷൻ ആണ് വേണ്ടത്. x സ്ക്വയർ ഇൻറ്റു e raised to 3x divided by 3 minus of 2x into e raised to 3x divided by 3 dx. So ഇതെന്ത് വരും 1/3 x square e raised to 3x minus 2/3 കോമൺ എടുക്കാം ഇന്റഗ്രൽ x into e raised to 3x dx. 1/3 x square e raised to 3x minus 2/3 into again എന്ത് ചെയ്യണം integration by parts. First function into derivative of second minus integral of derivative of first into integral of second. So there 1/3 x square e raised to 3x minus 2/9 x e raised to 3x minus ഇതൊരു 1 already 2/3 ഉണ്ട്, പിന്നെ ഒരു 1/3 കൂടെ വരും. 1 നമുക്കത് അടുത്ത് എഴുതുകയാണ് ചെയ്യാം. 2/3 ഇൻറ്റു ഇന്റഗ്രൽ എടുക്കുമ്പോഴത്തേക്കും 2/3 ഇൻറ്റു ഇവിടെ ഈ 2/3 ദെൻ അഗൈൻ ഈ 1/3 ഉണ്ട് ഇൻറ്റു e raised to 3x divided by 3. 1/3 x square e raised to 3x minus 2/9 x e raised to 3x minus 2/27 e raised to 3x plus c. So choice വരും c വരും 1/3 x square e raised to 3x 2/9 x e raised to 3x 2/27 e raised to 3x plus c. Okay, then next question. So നോക്കാം integral ഏത് മെത്തേഡ് യൂസ് ചെയ്യും integral 1 to 2 2x divided by 1 plus x square dx അല്ലേ. So 1 plus x square ന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 2x ആണ്. സോ ഇന്റഗ്രാൻഡിൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. സോ put t is equal to 1 plus x square, differentiate both sides with respect to x, dt by dx is equal to 2x, therefore dt is equal to 2x dx. So 2x dx കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിനെ dt ആണ് 1/x സ്ക്വയറിനെ 1/t dt നമുക്ക് റീറൈറ്റ് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇന്റഗ്രൽ 1 to 2. സോ 1/t യുടെ t raised to 1/t യുടെ എന്ത് വരും log t 1 to 2. സോ tക്ക് പകരം നമുക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഇംപ്ലൈസ് log of 1 plus x square 1 to 2. 2 substitute ചെയ്യുമ്പോൾ വരും x square 4 square 2 square 4 plus 1 log 5 to the base e എന്ന് പറയാം മൈനസ് 1 കൊടുക്കുമ്പോഴത്തേക്കും log 2 to the base e. സോ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും log m minus log n can be written as log m by n to the base e. സോ നമുക്ക് എന്ത് പറയാം ചോയ്സ് A എന്ന് പറയാം ആൻസർ. Then next question, integral 1 to e 1 plus log x divided by x dx. So നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇന്റഗ്രൽ 1 to e 1 by x plus integral 1 to e log x divided by x dx. Then 1 by x ന്റെ ഇന്റഗ്രൽ എന്താണ് log x 1 to e
then plus integral 1 to e log x divided by x dx. Okay. So log x in derivative ആണ് എന്ത് 1 by x. നമുക്ക് അവിടെ എന്ത് ചെയ്യാം substitution method യൂസ് ചെയ്യാം. t is equal to log x. So differentiate both sides with respect to dt by dx നമുക്ക് കിട്ടും 1 by x. So dt is equal to 1 by x dx. Okay, 1 by x dt നമുക്ക് എഴുതാം. So ഇവിടെ log x നമുക്ക് എന്താണ് വാല്യൂ 1 to e ആണ് കൊടുക്കേണ്ടത് പ്ലസ് integral 1 to e log t dt. Okay. So substitute formula apply ചെയ്യുമ്പോഴത്തേക്കും log x 1 to e ഇത് നമുക്ക് എന്താവും t square by 2 1 to e. So t ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം log x എന്ന് കൊടുക്കാം. So answer log x 1 to e then 1 by 2 എടുത്തു കഴിഞ്ഞാൽ t ക്ക് പകരം log x കൊടുക്കാം log x square 1 to e. Then so first ഇതില് നമുക്ക് 1 to e കൊടുത്തു കഴിഞ്ഞാൽ log e ബേസിക് എടുത്താൽ 1 വരും log 1 0 വരും. So 1 minus 0 plus 1 by 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 by 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ log ഇത് അതേപോലെ 1 square 1 ന് വരും 0 1 കൊടുത്തു കഴിഞ്ഞാൽ log 1 ന്റെ വാല്യൂ 0 ആണ്. So 1 plus 1 by 2 LCM എടുക്കുമ്പോഴത്തേക്കും 2 plus 1 3 by 2. Answer 3 by 2. B, choice B. Then next one, next question. Find integral x cube divided by x square plus 1 the whole cube dx. So now the substitution method use here. Put t is equal to x square plus 1. Therefore differentiate both sides with respect to x. dt by dx 2x. So dt by 2 എന്ന് നമുക്ക് x dx. ഇവിടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാണ് x square into x dx divided by x square plus 1 the whole cube. Okay. So x square എന്താവും ഇത് വെച്ചിട്ട് equal to t minus 1. Okay. So substitute ചെയ്യാം integral t minus 1 into dt divided by 2. x square plus 1 നമുക്ക് എന്ത് ചെയ്യാം t cube. So the 1 by 2 ഞാൻ കോമൺ പുറത്തെടുത്താൽ integral ഇതാണ് കോൺസ്റ്റന്റ് എടുത്തു t minus 1 divided by t cube dt. Okay. So ഇതൊന്ന് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും 1 by 2 integral t by t cube dt minus integral 1 by t cube dt. So that implies 1 by 2 into integral 1 by t square dt minus integral 1 by t cube dt. So the plus minus. Then this can be written as integral t raised to minus 2 dt minus integral t raised to minus 3 dt. So that implies 1 by 2 integral. So t raised to minus 2 with respect to t integrative into t raised to minus 2 plus 1 t raised to minus 1 divided by minus 1 then minus of t cube into the t raised to minus 2 divided by minus 2. 1 by 2 minus t raised to minus 1 minus into minus plus 1 by 2 t raised to minus 2. So 1 by 2 into minus 1 by t plus 1 by 2 t square. 1 by 2 t square. So same 1 by 2. So 2 t square minus 2t plus 1 divided by 2 t square. So that implies 1 minus 2t divided by 4 t square. So this can be written as 1 minus 2
into t എന്താണ് x square plus 1 divided by 4 into x square plus 1 the whole square. So answer like നോക്കാം 1 by 4 എടുത്തിരിക്കുന്ന പുറത്ത് നമുക്ക് നോക്കാം 1 by 4 എടുത്ത് നോക്കാം 1 by 4 കോമൺ എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും 1 minus 2x square minus 2 divided by x square plus 1 the whole square. So this can be written as 1 by 4 minus 2x square minus 1 divided by x square plus 1 the whole square. Okay, 1 by 4 minus 1 by 4 എടുത്തു കഴിഞ്ഞാൽ minus plus 2x square plus 1. So minus വേണമെങ്കിൽ പുറത്തെടുത്തു കഴിഞ്ഞാൽ minus 1 by 4 2x square plus 1 divided by x square plus 1 the whole square. So choice ചെയ്തിട്ടു ഏതാണ് B വേണമെങ്കിൽ correct answer. Then next question ഇതൊരു ഫോർമുല ആണ്. So നമ്മുടെ അഡീഷണൽ ഫോർമുലാസിനകത്ത് സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽസിനകത്ത് വരുന്നുണ്ട് y integral 1 by x square minus a square dx can be written as 1 by 2a log x minus a divided by x plus a plus c. Okay. So answer C. ഡയറക്റ്റ് നമ്മുടെ ഫോർമുല ആണ് സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽസിൻ്റെ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്തു ആൻസർ ലഭിക്കുന്ന എക്സാം ക്വസ്റ്റൻ ആണ് ഇൻറ്റഗ്രൽ 0 to 1 dx divided by 1 plus x into 2 plus x 1 plus x into 2 plus x. So നമുക്കിങ്ങനെ എഴുതാം integration by partial fraction 1 divided by 1 plus x into 2 plus x is equal to a divided by 1 plus x plus b divided by 2 plus x. Okay, so that implies 1 is equal to a into 2 plus x plus b into LCM 1 plus x. Then put x is equal to minus 2 1 is equal to minus b 1 is equal to minus b, and that implies b is equal to minus 1. Put x is equal to minus 1, that implies 1 is equal to b യുടെ 0 ആവും a യുടെ a equal to 1. So that implies integral 1 by 1 plus x into 2 plus x dx is equal to integral 1 divided by 1 plus x dx minus integral 1 divided by 2 plus x dx. So this can be written as, so 1 by something, integration of 1 by something log 1 plus x, then 1 plus x derivative divided by x derivative 1 ആണ് minus log 2 plus x. For this can be written as log m minus log n can be written as log m by n. Logarithmic property. So ഇവിടെ integral 0 to 1 ആണ്. Integral 0 to 1 ആണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then എന്ത് കിട്ടും? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും log 2 by 3 minus log 0 എടുക്കുമ്പോഴത്തേക്കും 0 substituting 1 by 2. So that implies log of 2 by 3 into 2 by 1 തിരിച്ചിട്ട് multiply ചെയ്യുന്നു equal to log 4 divided by 3. Log 4 divided by 3. Choice A.
log 4 divided by 3. Then next one, next question. നമ്മുടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്. ഇന്റഗ്രൽ 2 to 3 f of 5 minus x dx minus integral 2 to 3 f of x dx. So integral a to b f of x dx can be written as integral a to b f of a plus b minus x dx. Before the property നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു f of a plus b minus x dx. So അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ integral 2 to 3 f of 5 minus x dx minus integral 2 to 3 f of 3 plus 2 minus x dx. So then ഒരു integral 2 to 3 f of 5 minus x dx then minus of integral 2 to 3 plus 2 എന്താണ് 5 f of 5 minus x dx. So random cancel ആകും, answer is equal to 0. So then next one, integral e raised to log x to the base e divided by x dx. So integral നമുക്കറിയാം e raised to log x to the base e എന്ന് പറഞ്ഞാൽ എന്താണ് x എന്നാണ്. So integral x divided by x dx നമ്മൾ ഇതെവിടെ പഠിച്ചാണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഫോർമുല ഇൻഡിസസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിസസിൽ ലോഗരിതമെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത ഫോർമുലയാണ് a raised to log a to the a raised to log x to the base a is equal to x എന്നുള്ള ഫോർമുല. So x by x dx integral 1 dx is equal to x plus c. So answer B. Then next question. So again now ഇതെന്താണ് integration by partial fraction. So this can be let 1 by x minus 1 into x minus 2 is equal to a by x minus 1 plus b by x minus 2. So 1 is equal to a into x minus 2 LCM എടുക്കുമ്പോഴാണ് plus b into x minus 1 put x is equal to 2. So 1 is equal to a0 ആയപ്പോൾ b വരും b. So b is equal to 1, then put x is equal to 1, b0 ആവും. The 1 is equal to a into minus 1, that implies a is equal to minus 1. So a is equal to minus 1. Then integration എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും integral 1 by x minus 1 into x minus 2 dx is equal to again integral a minus and minus 1 by x minus 1 dx plus integral 1 divided by x minus 2 dx. So minus of log 1 minus x minus 1 plus log x minus 2. So plus c. So this can be written as log x minus 2 minus log x minus 1. Log m minus log n can be log of x minus 2 divided by x minus 1 plus c. So that answer A. So partial fraction വന്നപ്പോൾ നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് ആൻസറിലേക്ക് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. സോ ഇന്റഗ്രേഷൻ ടഫ് ആണെന്ന് പറഞ്ഞ് വിട്ടുകളായത് ഇത്രയും പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1 to 4 2x plus 5 integral 1 to 4 2x plus 5 dx. So 2x ന്റെ ഡെറിവേറ്റീവ്, സോ ഇന്റഗ്രേഷൻ എടുക്കുന്നത് വരും 2 into x square divided by 2 plus 5x 1 to 4. So എന്ത് വരും x square plus 5x 1 to 4. Okay. So 4 substitute ചെയ്യുമ്പോൾ 16 plus 20 36 minus 1 substitute ചെയ്യുമ്പോൾ 1 plus 5 6. So it will 30. Answer 30. Then next question,
integral 1 by x into x raised to 5 plus 1 dx. So ഇവിടെ നോക്കുകയാണെങ്കിൽ x raised to 5 x then 1. So നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. Integral x raised to 4 divided by x raised to 5 into x raised to 5 plus 1 dx. Now put t is equal to x raised to 5 plus 1, differentiate both sides, dt by dx with respect to x, 5 into x raised to 4 dx. Okay, so 5 into x raised to 4. So dt is equal to 5 x raised to 4 dx. So x raised to 4 dx is equal to dt divided by 5. So this can be written as x raised to 4 dx dt divided by 5. X raised to 5 നമുക്ക് എന്ത് എടുക്കാം? X raised to 5 എന്ന് പറയുന്നത് t minus 1. X raised to 5 is equal to t minus 1. t minus 1 into t. So this can be written as 1 by 5 integral dt divided by t into 1 minus t. So in here integration by partial fraction apply here. Integration by partial fraction. So that implies 1 by t into 1 minus t is equal to a by t plus b by t minus 1. Then put that implies 1 is equal to a into t minus 1 plus b into t. So put t is equal to 0. That implies a is equal to minus 1. Then put t is equal to 1. That implies b is equal to 1. Okay. Then next one. So in the integral dt by 5 into t minus 1 is equal to 1 by 5. Integral minus 1 by t dt plus b 1 by t minus 1 dt. That implies, so 1 by 5 minus 1 by t varum log t plus log t minus 1. So this can be written as 1 by 5 log of t minus 1 minus log t. So answer 1 by 5 log t minus 1 divided by t. So 1 by 5 log t minus 1 and then log of x raised to 5 log t of x raised to 5 plus 1 plus c. So 1 by 5 log x raised to 5 log of 1 by 5 log of x raised to 5 plus x raised to 5 plus 1. So log plus 1. So answer B answer. Mark the important question. Then next one, integral minus 3 to 3 x root 8 minus x square. Okay, so integral a minus a to a f of x dx. This odd function f of x odd function 0 varum, even function 2 into integral 0 to a f of x dx. Okay, so f of x x into root of 8 minus x square.
So f of minus x കൊടുക്കുകയാണെങ്കിൽ minus x into root of 8 minus x the whole square. So that means minus x into root of 8 minus x square. So നമുക്ക് മൈനസ് കൊടുത്തിട്ടുണ്ട് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന ഓഡ് ഫംഗ്ഷൻ ആണ്. therefore ആൻസർ ഒരു 0. സോ ഇന്റഗ്രൽ മൈനസ് എ ടു എ ഓഡ് ഫംഗ്ഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 0 ആയിരിക്കും. then next one, integral x e raised to x dx integration by parts. So first function into integral of second minus integral of derivative first function into integral of second. So x e raised to x minus e raised to x plus e raised to x common എടുത്താൽ x minus 1 plus c e raised to x. Then next question, integral root x plus 1 by root x dx. നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 by root x dx. സോ ഇടുമ്പോഴത്തേക്കും ഇന്റഗ്രൽ എക്സ് റൈസ് ടു 1 by 2 dx പ്ലസ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു മൈനസ് 1 by 2 dx. സോ ഇക്വേഷൻ എടുക്കുമ്പോൾ x raised to 1 by 2 plus 1 divided by 1 by 2 plus 1 plus x raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1 plus c. X raised to 3 by 2 divided by 3 by 2 plus x raised to 1 by 2 divided by 1 by 2 plus c is equal to 2 by 3 x raised to 3 by 2 plus 1 by plus 2 into x raised to 1 by 2 plus c. So choice നോക്കുകയാണെങ്കിൽ 2 raised to x raised to 1 by 2 കോമൺ ആക്കി എടുത്തിരിക്കുന്നു. ഒന്ന് നോക്കാം. 2x raised to 1 by 2 എടുത്തു കഴിഞ്ഞാൽ into 1 by 3 x വരും പ്ലസ് 1. So 2 raised to x by 2 1 by 3 x plus 2 raised to 2 into x raised to 1 by 2 divided by into 1 by 3 x plus 1 plus c. Integral 0 to 1 1 minus x divided by 1 plus x dx. Now on the transform integral 0 to 1 2 minus 1 minus x divided by 1 plus x dx. Integral 0 to 1 2 minus of 1 plus x divided by 1 plus x dx. So this can be plus integral 0 to 1 2 by 1 plus x minus integral 1 dx. So ഓരോന്നും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. സോ ഇവിടെ വരും 2 into integral 0 to 1 1 by 1 plus x dx minus. So 1 into the integral 1 dx. Reduce 2 into 1 by something log 1 plus x 2 into 2 log 1 plus x minus x. Zero to 1 കൊടുക്കുക. So 1 കൊടുക്കുന്നത് വരും 2 log 2 minus 1 then minus 0 കൊടുക്കുമ്പോഴത്തേക്കും 2 log 1 minus 0. So log 1 0 ആകും. നമുക്ക് എന്തെങ്കിലും ആൻസർ 2 log 2 minus 1 2 log 2 minus 1. So 2 log 2 minus 1. Then next question, integral 1 to 2x divided by x square plus 2 dx.
So substitution method, put x square plus 2 is equal to t. So dt by dx is equal to 2x. dt by 2 is equal to x dx. So substitute here integral. So x dx nu varam dt by 2 x square plus 2 t. So 1 by 2 puratteduthal integral 1 by t dt. So answer 1 by 2 log t. So this can be written as 1 by 2 log 1 by 2 log t के बारे में आपके अंदर सब्स्टिट्यूट किया x square plus 2 0 sorry 1 to 2. So 1 by 2 എടുത്തു കഴിഞ്ഞാൽ 4 6 log 1 by 2 log 6 minus 1 കൊടുത്താൽ log 3. So ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 1 by 2 log 6 divided by 3. So 1 by 2 log 2 or log 2 raised to 1 by 2, that means log of root 2. So log logarithm property and apply another. So very important. Then next question. So division one integration by partial fraction. So now can become 6x plus 4 divided by x plus 2 into x minus 2 into x minus 3 is equal to, let a by x minus 2 plus b by x minus 3. So that implies 6x plus 4 is equal to a into x minus 3 plus b into x minus 2. So put x is equal to 3. So that implies 22 is equal to b. That implies b is equal to 22. Then next one, put x is equal to 2. So 12 16 is equal to minus a. That implies a is equal to minus 16. So here apply cheyuka, answer lekode. So that implies integral 6x plus 4 divided by x minus 2 into x minus 3 dx is equal to integral minus 16 divided by x minus 2 dx plus integral 22 divided by x minus 3 dx. So minus 16 പുറത്തെടുത്താൽ 1 by 2 log x minus 2 x in derivative 1 plus 22 log x minus 3. So പിന്നെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? 22 log x minus 3 minus 16 log x minus 2. Okay. So very important. So 22 log x minus 3 minus 16 log x minus 2. So answer C varum. Integral 1 divided by x into 1 plus log x the whole square dx. So 1 plus log x in derivative and 1 plus log x in derivative, log x in derivative 1 by x. So okay. 1 plus log x is equal to t. That implies taking log on both sides, dt by dx is equal to 1 by x. So 1 by x dx is equal to dt. Integral. So 1 by x dx dt divided by 1 plus log x t and t square. So integral t raised to minus 2 dt. So t raised to minus 1 divided by minus 1 plus t. So
minus t raised to minus 1 plus c. So t the value substitute ചെയ്യുമ്പോഴത്തേക്കും is equal to minus 1 by t minus 1 by 1 plus log x plus c. Minus 1 divided by 1 plus log x plus c. Integral minus 1 to 1. So integral minus 1 to 1 e raised to x minus e raised to minus x. So integral minus a to a f of x dx onil f of x even function ആണോ odd function ആണോ നോക്കുക ആൻസറിലേക്ക് വരിക. Okay. So ഇവിടെ f of x is equal to e raised to x minus e raised to minus x. f of minus x എടുത്താലോ e raised to minus x minus e raised to minus of minus x. So എന്തുവരും e raised to minus x minus e raised to x. So ഇതെന്ന് പറയുന്നത് minus of കൊടുത്തെടുത്തു കഴിഞ്ഞാൽ e raised to x minus e raised to minus x എന്ന് പറഞ്ഞാൽ എന്താണ് minus f of x. Therefore odd function ആണ്. So integral minus 1 to 1 ഒരു function odd ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം ആൻസർ 0. Integral log x raised to x the whole square. So integral log x raised to x the whole square divided by x cubed. Okay. This can be written as integral x log x the whole square divided by x cubed dx. So this can be written as x square into log x the whole square divided by x cubed dx. So get cancel. Transformation method ആണ് യൂസ് ചെയ്തത്. സ്റ്റെപ്പിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഡയറക്റ്റ് ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഇന്റഗ്രൽ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് 9. സോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x ആണ്. സോ പുട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പുട്ട് t is equal to log x dt by dx is equal to 1/x. Therefore 1/x dx is equal to dt. So log x കൊടുക്കുക, then value substitute ചെയ്യാം t square dt. So that implies ഇന്റഗ്രൽ എടുക്കുമ്പോഴത്തേക്കും t cube divided by 3 plus c t cube കൊടുക്കുക log x the whole raised to 3 divided by 3 plus c. So answer is log 1/3 log x cube log x the whole cube divided by plus c. Then next one, y is equal to integral e raised to a log x plus e raised to x log a dx. So this can be written as y is equal to integral. So e raised to e raised to log x raised to a plus e raised to log a raised to x. Raise e ആയിട്ട് എടുക്കാം dx. So e raised to log x raised to a to the base e എന്ന് വരും x raised to a. e raised to log a raised to x to the base e എന്ന് വരും a raised to x. Okay. So that means നമുക്ക് എന്തെടുക്കാം integral x raised to a dx plus integral a raised to x dx. So x raised to a എടുക്കുമ്പോഴത്തേക്കും x raised to a plus 1 divided by a plus 1 plus a raised to x ന്റെ integration എടുക്കുമ്പോഴത്തേക്കും a raised to x divided by log a to the base e. dy by dx ആണ് ചോദിച്ചിരിക്കുന്നത്. y equal to നമുക്ക് കിട്ടി y കിട്ടി. So dy by dx. So 1 by a plus 1 common constant ആണ്. So a plus 1 into x raised to a plus 1 minus a plus 1 minus 1 plus then a raised to x
a raised to x log 1 by log a to the base e common ആണ് സോറി constant ആണ് a raised to x log a to the base e. So get cancel നമുക്ക് എന്ത് ആൻസർ x raised to a plus a raised to x raised to a plus a raised to x. Then next one, 26th question. So integral minus 1 to 1 modulus of x divided by x dx. Okay. So integral minus a to a f of x dx ഇത് നോക്കാം. ഇവിടെ f of x odd ആണെങ്കിൽ 0 ആയിട്ടും mod x divided by x f of minus x എടുത്തു കഴിഞ്ഞാൽ modulus of minus x divided by minus x modulus എടുക്കുമ്പോഴത്തേക്കും അത് പോസ്റ്റ് ചെയ്യാൻ വരും minus x. So that means minus of mod x divided by x വരും. That means അതാണ് minus f of x ആണ്. That means an odd function. Therefore answer 0. Answer 0. Odd function ആയതുകൊണ്ട് answer 0. So ഇനി നമ്മൾ റീറൈറ്റ് ചെയ്യാം. Integral e raised to x divided by 1 plus x the whole cube minus integral e raised to x 2 into 1 plus x the whole square dx. Plus e raised to x common എടുത്താൽ dx divided by 1 plus x the whole cube minus dx divided by 2 into 1 plus x the whole square. Minus 1 by 2 പുറത്തേക്ക് എടുത്താൽ minus 1 by 2 ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കാനായിട്ടാണ് e raised to x then dx divided by 1 plus x the whole square minus dx 2 dx divided by 1 plus x the whole cube dx. That implies minus 1 by 2 into integral e raised to x into 1 by 1 plus x square minus 2 by 1 plus x the whole cube dx. Okay. So നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു integral e raised to x into f of x plus f dash x എന്ന് വന്നു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് e raised to x f of x plus c എന്നാണുള്ളത്. സോ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ 1 by x 1 plus x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്തുവരും x സ്ക്വയറിൻ്റെ ഹോൾ റൈസ് ടു മൈനസ് 1 വരും -2 ഹോൾ റൈസ് ടു -2 divided by the -2 into x plus x the whole raised to -3 വരും -2 divided by something. So this can be written as -1 by 2 e raised to x into 1 by 1 plus x the whole square plus c. Integral 2 raised to 3x into 3 raised to 2x into 5 raised to x dx. So this can be written as 8 raised to x into 9 raised to x into 5 raised to x dx. So that means integral 360 x. This can be written in a step 8 into 9 into 5 the whole raised to x another. This is the property use ചെയ്ത് അങ്ങനെയാണ് 360 raised to x എന്ന് വന്നിരിക്കുന്നത്. So a raised to x നമുക്ക് എന്തായാലും property 360 raised to x divided by log 360 the base e plus c. So ഇത് നേരെ 360x can be written as നമുക്ക് ആൻസറിൽ ചോയ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ തന്നെ 2 raised to 3x into 3 raised to 2x 5 raised to x divided by log 360 to the base e plus c. Then next question. Integral 1 to 2 log ex to the base e
the whole raised to n divided by x. So log property apply, this can be written as 1 to 2 log e to the base e plus log x to the base e divided by x, the whole raised to en. Okay. So log property another log m can be written as log em plus log n. So integral 1 to 2 1 plus log x to the base e divided by x. So log x in derivative 1 by x ആണ്. Put 1 plus log x to the base e equal to t. So dt by dx is equal to 1 by x. Therefore dt is equal to 1 by x dx. 1 by x dx. dt is equal to 1 by x dx. So substitute here integral 1 to 2 t raised to n dt. So that implies integral 1 to t raised to n plus 1 divided by n plus 1 1 to 2. So t എന്താണ് 1 plus log x to the base e divided by n plus 1 1 to 2. So n plus 1 common എടുത്താൽ 1 plus log x the whole raised to n plus 1 കൂടെ ഉണ്ട്. 1 plus log x the whole raised to n plus 1 1 2. So വരും 1 by n plus 1 into 2 കൊടുക്കുമ്പോഴത്തേക്ക് 1 plus log 2 to the base e the whole raised to n plus 1 minus log 1 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. Then e1 ഉണ്ടാവും minus 1 minus of minus 1 plus 0. So that implies 1 by n plus 1 into 1 എങ്ങനെ എഴുതാം log e to the base e plus log 2 to the base e the whole raised to n plus 1 minus 1. So 1 by n plus 1 into logarithm property into apply for log 2e to the base e whole raised to n plus 1 minus 1. Then next question, 13th question, integral a raised to 2x dx. Integral a raised to 2x dx. So this can be written as a raised to 2x divided by log a into its derivative 2. So answer choice A. Then next one, 31st question, integral 0 to 5 x square dx, x square plus 5 minus x square minus 5, that's the whole square. So integral a to b f of x dx can be written as integral a to b f of a plus b minus x dx. So in that one കൊടുക്കാം. Then നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന integral 0 to 5 വരും x ന്റെ അവിടെ a 50 plus 5 minus x the whole square divided by 5 minus plus 5 minus 5 minus 5 minus x 5 square. Integral 0 to 5 5 minus x square divided by 5 minus x square plus
x square. പിന്നെ 2 കൊടുക്കുക. 1 ഉം 2 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 2a is equal to ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും integral 0 to 5 x square dx divided by x square plus 5 minus x square plus integral 0 to 5 minus x square divided by x square plus 5 minus x square. So രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? Integral it implies 2a is equal to integral 0 to 5 minus x square plus x square divided by 5 minus x square plus x square dx. So that means integral 0 to 5 dx. So x in order 0 to 5, answer is equal to 5. So now we take a and 2a and 2a is equal to 5. That implies a is equal to 5 divided by 2. 5 divided by 2. 32. Question number 32. Integral 0 to 2. Integral 0 to 2. 1 minus x. This can be written as integral 0 to 1. 1 minus x dx plus integral 1 to 2 integral 1 minus x dx. So this can be written as integral 0 to 1 minus x dx plus integral 1 to 2. So minus of 1 minus x dx. So this can be written as integral 0 to 1 minus x dx minus integral 1 to 2 1 minus x dx. So modulus in the value which minus already integral a to b f of x dx can be written as integral a to c f of x dx plus integral c integral c to b f of x c in between a and b ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഫോർമുല യൂസ് ചെയ്യാം. Then so integral first part 1 into x into minus x square by 2 0 to 1 minus 1 into x minus x square by 2 1 to 2. So then value substitute here. 1 ഉം 0 ഉം substitute ചെയ്യുമ്പോഴത്തേക്കും ഇത് വരും. So 1 substitute ചെയ്യുമ്പോഴത്തേക്കും 1 minus 1 by 2 1 by 2 then minus 2 കൊടുക്കുമ്പോഴത്തേക്കും 2 minus 4 by 2 0 വരും. 1 കൊടുക്കുമ്പോൾ 1 minus 2 കൊടുക്കുമ്പോൾ 2 minus 4 by 2. So minus 1 by 2 is equal to 1 by 2 plus 1 by 2 is equal to 1. Integral 0 to 1 by 2. So in a 3 minus 2x the whole raised to minus 1 by 2 dx. So integration 3 minus 2x the whole raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1 into derivative 3 minus 2x in the 3 minus 2x derivative into minus 2 whole raised to 0 to 1 by 2. That implies 3 minus 2x the whole raised to 1 by 2 divided by 1 by 2 into minus 2. 0 to 1 by 2. Then 2 get cancelled. Minus minus 3 minus 2x the whole raised to 1 by 2 the whole raised to 0 to 1 by 2. So values substitute here. So I will substitute in
minus of root 2 minus root 3 എന്ന് വരും. That implies root 3 minus root 2 നമുക്ക് ആൻസർ. root 3 minus root 2. Integral 0 to 2x e raised to x square dx. Okay. So ഇവിടെ നമുക്ക് x square put x square is equal to t, dt by dx is equal to 2x. So dt by 2 is equal to x dx. Substitution method using on. So dt divided by 2 e raised to t. So 1 by 2 integral 0 to 2 e raised to t dt. So 1 by 2 into e raised to t e raised to t എന്ന് വരും. 0 to 2 plus c. Okay. t ക്ക് പകരം കൊടുക്കുക x square കൊടുക്കുക. 1 by 2 e raised to x square the whole raised to 0. So 1 by 2 into e raised to 4 minus 1 plus c. 0 e raised to 0 എന്ന് പറയുന്നത് any number ratio 0 is always 1. Then next question, integral 1 to 2 1 minus x divided by 1 plus x dx. Okay. So integral 1 to 2 നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. x plus this can be written as minus integral 1 to 2 x minus 1 divided by x minus 1 divided by x plus 1 dx. Okay. So integral minus integral 1 to 2 x plus 1 minus 2 divided by x plus 1 dx. So transformation method നമ്മൾ integral minus of integral 1 to 2 x plus 1 divided by x plus 1 dx minus integral 2 by x plus 1 dx. So final answer like minus of integral 1 to 2 dx minus 2 integral 1 by x plus 1 dx. So that implies minus of integral 1 ന്റെ integral എന്താണ്? Minus of minus x 1 to 2. So minus minus plus 2 then log x plus 1 1 to 2. So values substitute ചെയ്യാം. 1 2 upper limit lower limit substitute ചെയ്യാം. So എന്ത് വരും ആൻസർ? minus of 2 minus 1 plus 2 into log 3 minus log 2. So minus 1 minus 1 plus 2 log 3 by 2. So this can be written as 2 log 3 by 2 minus 1. So then next question, integral 0 to 2 3 raised to root x divided by root x dx. So we will root x, put the root x equal to 2 e. So 1 by 2 root x is equal to dt by dx. So 1 by root x dx is equal to 2 dt. So substitute here, integral 0 to 2 3 raised to t into 2 dt. So 2 integral 0 to 2 3 raised to t dt. So 3 raised to 2 into 3 raised to t can be written as log 3 raised to t divided by log 3 to the base e. 0 to 2. So 2 into t की बराबर है 3 raised to root x divided log
3 0 to 2. So log 2 divided by log 3 to the base e number common എടുക്കാം. Then 3 raised to root x 0. 2 divided by log 3 to the base e. 3 raised to root 2 minus 3 raised to 0 എന്ന 1 വരും. Integral 1 to e raised to x log x to the base e plus 1 divided by x dx. So this can be written as integral 1 to e raised to x into x log x divided by x plus 1 by x dx. So that means integral 1 to e raised to x. So the x get cancelled. Log x to the base e plus 1 by x dx. Okay, put down our formula integral e raised to x into f of x plus f dash x can be written as e raised to x into f of x. Okay, so therefore, okay, then e raised to x into log x to the base e 0 to 1 to e. So e raised to x f of x നമ്മൾ property apply ചെയ്തു. Then e raised to x into log e എന്ന് പറയുമ്പോൾ തരും e raised to x minus e raised to x log 1. So e raised to x minus 0 equal to e raised to x. So ഇത്രയാണ് നമ്മുടെ ഇന്റഗ്രേഷനകത്ത് വരുന്ന പ്രോബ്ലം. സോ ദാറ്റ് മീൻസ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടതാണ് ഫസ്റ്റ് കിട്ടിയാൽ നമ്മുടെ ബേസിക്സ് ഫണ്ടമെന്റൽ ഇന്റഗ്രൽസ് അറിഞ്ഞിരിക്കണം. ദെൻ 4 മെത്തേഡിൽ ഏതാണ് ദെൻ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ഫോർമുല കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ ആൻസർ ദാറ്റ് മീൻസ് 3-4 സ്റ്റെപ്പിൽ നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 സ്റ്റെപ്പിലും ഇത്. സോ ദാറ്റ് മീൻസ് ഈ ഫോർമുലാസിൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ചെയ്ത് തീരാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇന്റഗ്രേഷൻ. സോ നമ്മളിതോടുകൂടി ബിസിനസ് മാത്തമാറ്റിക്സിന്റെ എൻ്റയർ പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.